ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇത് കർക്കിടക കഞ്ഞിക്കൂട്ട് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതിനിടയിൽ ചില അസൗകര്യങ്ങൾ വന്നുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇന്ന് കർക്കിടക കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങി കർക്കിടക കഞ്ഞി കുടിക്കുന്നവരുണ്ട് കേട്ടോ. ശരീരത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. ചിട്ടിയോട് കൂടിയിട്ട് അത് കർക്കിടകക്കഞ്ഞി നമ്മൾ വെച്ച് കുടിക്കുന്നത്. അതുപോലെ തന്നെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നവരുമുണ്ട്. അതൊക്കെ ഒത്തിരി നല്ലതാണ് പ്രായമായ പെൺകുട്ടികൾക്കും, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞവർക്കും, പിന്നെ ഒരുപാട് പ്രായമായ അമ്മച്ചിമാർക്കൊക്കെ ഇത് കൊടുക്കുന്നത് ശരീരത്തിന് ഒത്തിരി ഗുണമുള്ള ഒരു കാര്യമാണ്. പിന്നെ പച്ചമരുന്ന് കൂട്ടാണ് കേട്ടോ നമ്മളിവിടെ, അതായത് പച്ചമരുന്ന് പൊടിയായിട്ട് കിട്ടുമല്ലോ, അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ച കൂട്ടാണിത്. അതുകൊണ്ടാണ് നമ്മളിവിടെ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കിയത്. അതല്ലാതെ നമ്മൾ മരുന്ന് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്ന മരുന്നുകളുണ്ടല്ലോ, കുറുന്തോട്ടി, അതുപോലെ തന്നെ കുറച്ച് മുക്കുറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറമ്പിൽ തന്നെ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ഉണ്ടാക്കുന്നവരുമുണ്ട്. അതും നല്ലതാണ്. അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് മരുന്നുകളൊന്നും ഇവിടെ അങ്ങനെ ഒരുപാട് എല്ലാം ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഫ്രഷായിട്ടുള്ള മരുന്ന് ഉപയോഗിക്കാത്തത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് ആണ് പെണ്ണ് ഒന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ഇത് നല്ലതാണ്. ഇവിടെ അനിയനും കഴിച്ചിട്ടുണ്ടായിരുന്നു, അവനും ഒത്തിരി ഇഷ്ടപ്പെട്ടു, മക്കൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും കർക്കിടക കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കുക, ലേഹ്യമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഈ നടുവേദന കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ഞാൻ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു, അതുപോലെ തന്നെ തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറിയുള്ളി മൂപ്പിച്ചിട്ടു, പിന്നെ കുറച്ച് കശുവണ്ടി മൂപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ധാന്യങ്ങളുണ്ടോ അതൊക്കെ ഇടാൻ കേട്ടോ. അതിന് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് ചേർക്കരുത് അങ്ങനെയൊന്നുമില്ല. പച്ചിലകൾ നമ്മൾ ഇടുന്നത്, അതായത് മരുന്നുകൾ ഇടുന്നത് വളരെ സൂക്ഷിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ പരിപ്പ്, ചെറുപയർ, കടല, ഞവരേരി, അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ചേർന്നിട്ടാണ് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്നത്. പിന്നെ വീട്ടിലുള്ള ധാന്യങ്ങൾ കൂടെ ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വെച്ച് കഴിക്കാത്ത എല്ലാവരും വെച്ച് കഴിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.